ബീഹാറിലെ ടാലിലേക്ക് സ്റ്റേറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ പ്രധാനപ്പെട്ട ചില കണക്കുകൾ ബീഹാറുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. അതാ നോക്കൂ, ബീഹാറിൽ NDA സഖ്യത്തിന് കഴിഞ്ഞ തവണ 39 സീറ്റുകൾ അല്ലെ, ബീഹാറിൽ 39 സീറ്റുകൾ NDA സഖ്യം നിതീഷ് കുമാറുമായി ചേർന്നുള്ള കണക്കാണത്. 39 സീറ്റുകൾ. ഇന്ത്യ INDAക്ക് 1 സീറ്റുകൾ മാത്രം. 56.35% വോട്ടുകൾ ബീഹാറിൽ NDA സഖ്യത്തിന് 2019 ഉണ്ടായിരുന്നു. നിതീഷ് കുമാർ തിരികെ ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. പക്ഷേ ആ സഖ്യത്തിന് നേതൃത്വം നൽകും. പക്ഷേ ആ കരുത്തനായ നിതീഷ് കുമാറിനെ അല്ല ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ കാണുന്നത്, അല്ലെ? ക്ഷമിക്കണം, ഇന്ത്യയിലുള്ളത്. അതെ, നിതീഷ് കുമാർ തിരിച്ചു വന്ന ശേഷം വീണ്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമായി മത്സരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ സഖ്യം അവിടെ RJD നേതൃത്വത്തിൽ ഒരു വിശാല പ്ലാറ്റ്ഫോമിനാണ് ഇത്തവണ മത്സരത്തെ നേരിടുന്നത്. അതായത് RJD, കോൺഗ്രസ്, CPM, CPML, CPI, ഒപ്പം തന്നെ വികാസ്ശീൽ പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓർക്കണം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD ആണ് അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. അപ്പോൾ പോലും വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുമായി BJP സഖ്യമുണ്ടാക്കിയത് അവർ അധികാരത്തിൽ നിർണായകമായി, പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുന്ന വിഭാഗം, അവരുടെ ഒരു വോട്ട് ബാങ്കാണ് വികാസ്ശീൽ ഇൻസാൻ പാർട്ടി. അങ്ങനെ ചെറു പാർട്ടികളുമായി അലയൻസ് സ്റ്റിച്ച് ചെയ്യുന്നതിൽ അവിടുത്തെ ഇന്ത്യ സഖ്യം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ വോട്ടിങ്ങിനെ ബാധിക്കും? പ്രത്യേകിച്ച് CPI MLന് പല പോക്കറ്റുകളിലും അവിടെ വോട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ വരുമെന്നുള്ളത് നിർണായകമായ കാര്യമാണ്. അപ്പോൾ ബീഹാറിൽ ഇന്ത്യ സഖ്യം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് ആശ്രയിച്ചിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെയും ഒപ്പം തന്നെ BJPയുടെയും. പ്രത്യേകിച്ച് 370 എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ബീഹാർ ഒരു നിർണായക ഫാക്ടർ. തേജസ്വി യാദവ് എന്ന നേതാവ് ഒരു പറഞ്ഞതുപോലെ ലാലുവിന് പകരക്കാരനായി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു കരുത്തനായ നേതാവായി വളർന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പൊ തേജസ്വിയുടെ ഉരകല്ല് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നതും പ്രത്യേകതയാണ്. രാകേഷ്, തീർച്ചയായും തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞ കുറെ കാലങ്ങളായി മാറി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം കാലിത്തീറ്റ കുംഭകോണ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇത്തവണ പ്രചാരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സജീവമായില്ല. പാർട്ടിയുടെ കടിഞ്ഞാണ് ഇപ്പോൾ തേജസ്വി യാദവിനാണ്. കഴിഞ്ഞ തവണ RJDക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ല എന്നും കൂടി ഓർക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് അന്ന് UPA ആയിരുന്നു, അന്ന് ജയിച്ചത് കിഷൻഗഞ്ച് സീറ്റിൽ കോൺഗ്രസ് മാത്രമാണ്. അപ്പോൾ RJDക്ക് ലോക്സഭയിൽ അവരുടെ പ്രാതിനിധ്യം അറിയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഒപ്പം തന്നെ തേജസ്വി യാദവ് എന്ന നേതാവിനെ സംസ്ഥാനത്തിനപ്പുറത്തേക്ക് ദേശീയ തലത്തിലേക്ക് ഒരു ഫിഗറായി മാറാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കാരണം ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത്, ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണെന്ന് പറയുമ്പോൾ പോലും ബീഹാറിനെ സംബന്ധിച്ചത് RJD തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ ഒന്നാമത്തെ പാർട്ടി. എന്തായാലും ഈ ഇലക്ഷനിലേക്ക് അല്ലെങ്കിൽ വോട്ടെടുപ്പിലേക്കൊക്കെ എടുക്കുമ്പോൾ തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ നന്നായി അധ്വാനിച്ചു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല 18 വർഷമായി നിതീഷ് കുമാർ ഇങ്ങനെ ഭരണത്തിൽ തുടരുന്ന അതൊക്കെ വളരെ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞാണ്. ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് ശേഷം ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും കരുത്തനായ അല്ലെങ്കിൽ മോദിയെ BJPയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു നേതാവായി തേജസ്വി വളർന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. രണ്ട് യുവാക്കൾ എന്ന നിലയിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്ന അഖിലേഷ് യാദവിനെയും തേജസ്വി യാദവിനെയും ഒക്കെ ആ തരത്തിൽ, അതായത് അവർ വേണ്ട രീതിയിൽ ഗ്രൗണ്ട് വർക്ക് ചെയ്തു എന്ന് പൊതുവെ ഇന്ത്യ സഖ്യത്തിനുള്ളിലും ആ പാർട്ടികൾക്കുള്ളിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും പൊതുവെ വിലയിരുത്തലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അവിടെയാണ് ഇന്ത്യ സഖ്യത്തിന് എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാനുള്ളത്. കാരണം അവിടെയും BJP നടത്തിയ നിരവധിയായ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് മഹാരാഷ്ട്രയുടെ ഫിഗറിലേക്ക് ഒന്ന് വളരെ പെട്ടെന്ന് പോകാമെന്ന് തോന്നുന്നു. BJP നടത്തിയ നിരവധിയായ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ അത് വിജയം കാണുമോ, BJPക്ക് നഷ്ടമുണ്ടാകുമോ എന്നുള്ളത് കൂടി കാണണം. കാരണം നമുക്കറിയാം, ഇപ്പോൾ വിഘടിത പാർട്ടികളാണ്. ശിവസേനയുടെ 2 ഘടകങ്ങൾ, 2 മുന്നണിയിൽ. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പാർട്ടികളെയും വിഘടിപ്പിച്ചു BJP എന്ന് പറയുന്നതാണ് ശരി. അതെങ്ങനെ BJPക്ക് പ്രയോജനം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത്, BJPയുടെ സീറ്റെണ്ണം കുറയുമോ, ഘടകകക്ഷികൾക്ക് ദോഷം ചെയ്യുമോ കാത്തിരുന്ന് കാണും. കഴിഞ്ഞ തവണ നമുക്കറിയാം 38 സീറ്റുകളാണ് സഖ്യത്തിന്. പുതിയ ധാരണകളുമായി ബന്ധപ്പെട്ട ഡേറ്റകളിൽ മാറ്റം വരുന്നത് കൊണ്ടും ആ രീതിയിൽ മാത്രമാണ് നമുക്ക്, അതായത് ഒരു ഉഴുതുമറിക്കപ്പെട്ട സാഹചര്യമാണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഉള്ളത്. അങ്ങനെ വേണം നമുക്ക് ഈ ഡേറ്റ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ. 47.62% വോട്ടുകൾ NDA സഖ്യം. ശിവസേനയും, അതായത് ഒരുമിച്ച് നിന്ന ശിവസേനയും BJPയും ചേർന്നുള്ള സഖ്യം നേടിയ സീറ്റുകൾ വോട്ട് ഷെയറുമാണ് 38ഉം 47.62. ഇന്ത്യ സഖ്യം അന്ന് NCP UPAക്കൊപ്പം ഉണ്ടായിരുന്ന സമയമാണ് 41. ചെറിയ മിസ്റ്റേക്കുകളുണ്ട് അല്ലെ, 41.
ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ശേഷമുള്ള കണക്കാണ് ഇത് കണക്കാണ്. അതെ അതെ അതെ, അതാണ്. അപ്പൊ അതിൽ ഇത്തവണ നമുക്കറിയാം ഒരുപാട് വ്യത്യാസങ്ങൾ ഇത്തവണ മഹാരാഷ്ട്രയിൽ സംഭവിച്ചു. അത് ഏത് തരത്തിൽ ഒരുപക്ഷെ ഈ സീറ്റെണ്ണം എന്തെങ്കിലും തരത്തിൽ കോൺഗ്രസിനടക്കം വ്യത്യാസം വരുന്നു എങ്കിൽ അതിന്റെ ഒരു പങ്ക് മഹാരാഷ്ട്രയ്ക്ക് ഉണ്ടാകും എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. രാകേഷ്, രഞ്ജിത്ത്, 48 സീറ്റ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കാരണം കഴിഞ്ഞ തവണ 41 സീറ്റ് വിജയിച്ചത് NDA ആണ്. അതായത് BJPയും ശിവസേനയും അവിടെ സഖ്യമായിരുന്നു. അങ്ങനെ 41 സീറ്റ്, UPIക്ക് 5 സീറ്റ്, AIMIMന് 1 സീറ്റ്. അതായിരുന്നു കഴിഞ്ഞ തവണത്തെ ടാലി. പക്ഷേ അവിടുത്തെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ മുന്നണികൾ ഇത്രമേൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് മഹാരാഷ്ട്രയാണ്. കാരണം കഴിഞ്ഞ തവണ BJPയും ശിവസേന സഖ്യമായിരുന്നു, മറുവശത്ത് NCPയും കോൺഗ്രസ് നയിക്കുന്ന സഖ്യമായിരുന്നെങ്കിൽ ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ പിളർന്ന് രണ്ട് പക്ഷത്തായി നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്ധവ് താക്കറെ നേതൃത്വത്തിലുള്ള ശിവസേന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. മറുവശത്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന NDAയിലാണ്. അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP NDAയിലാണ്. അങ്ങനെ രണ്ട് NCPകൾ രണ്ട് വശത്ത്, രണ്ട് ശിവസേനകൾ രണ്ട് വശത്ത്. അങ്ങനെ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അവരെ സംബന്ധിച്ച് അതിജീവനത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ആരാണ് യഥാർത്ഥ പാർട്ടി എന്ന് വോട്ടർമാർ നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒപ്പം നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഷിൻഡേക്കും അതോടൊപ്പം അജിത് പവാറിനും ഒപ്പം എന്ന നിലയിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പുറത്തേക്ക് ജനങ്ങൾ ഉൾക്കൊള്ളുന്ന, ജനങ്ങൾ അംഗീകരിക്കുന്ന സേന ഏത്, ജനങ്ങൾ അംഗീകരിക്കുന്ന NCP ഏത് എന്നുകൂടി തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ മഹാരാഷ്ട്രയിലേത്. തീർച്ചയായും. കാരണം ചിഹ്നം പോലും കിട്ടിയത് NCPയുടെ ചിഹ്നം അജിത് പവാറിനാണ്. മറുവശത്ത് ശിവസേനയുടെ ചിഹ്നം ഷിൻഡേക്കൊപ്പമാണ്. പാർട്ടി അങ്ങനെ ഔദ്യോഗികമായി അവർക്കൊപ്പം നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കോടതിയുടെ ഒക്കെ ഉത്തരവുകൾ. അപ്പോൾ അത് കഴിഞ്ഞ് ജനങ്ങൾ വിധിയെഴുതിയ ഒരു തെരഞ്ഞെടുപ്പ് ഇതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല ശിവസേനകൾ രണ്ടും തമ്മിലാണ് പരമാവധി സീറ്റുകൾ നേർക്കുനേർ ഏറ്റുമുട്ടൽ വരുന്നത്. ബാരാമതിയിലടക്കം സുപ്രിയ സുലെക്കെതിരെ മത്സരിക്കുന്നത് അജിത് പവാറിന്റെ ഭാര്യയാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെ സംഭവിക്കും, ആ മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെ വിധി എഴുതും എന്നത് NCPകളെ സംബന്ധിച്ച്, ശിവസേനയെ സംബന്ധിച്ച് നിർണായകമായ ഒരു ഫാക്ടറാണ്. അവിടെ ഒരു സംശയം കൂടി രാകേഷ്, അതായത് ഈ വിഘടിച്ചു പോയ സേനയെ പരിശോധിച്ചാലും വിഘടിച്ചു പോയ NCPയെ പരിശോധിച്ചാലും ഷിൻഡെ പക്ഷത്തിനും അജിത് പവാർ പക്ഷത്തിനുമല്ലേ കൂടുതൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പിന്തുണ, അതായത് MLAമാരുടെ പിന്തുണയൊക്കെ ലഭിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാകുമോ ഈ ലോക്സഭയിലേക്ക് വരുമ്പോൾ? നിയമസഭയിൽ മാത്രമല്ല, ശിവസേനയിൽ തന്നെ ഇപ്പോൾ ശിവസേനയ്ക്ക് 18 MP-മാരുണ്ടെങ്കിൽ അതിൽ 13 or 14 MP-മാർ ഷിൻഡേക്കൊപ്പം പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മറിച്ച് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനൊപ്പം ചുരുങ്ങിയ MP-മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് എന്റെ സംശയം. അപ്പോൾ പിന്നെ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും പറയുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഒരു പക്ഷേ അത്ഭുതങ്ങൾ നടന്നേക്കാം, ഇന്ത്യ സഖ്യം വലിയ തിരിച്ചുവരവ് നടത്തിയേക്കാമെന്ന്. ഇവിടെ ഇതാ ER സൂചിപ്പിക്കുന്നത് പോലെ MLAമാർ എടുത്താൽ, MP-മാർ എടുത്താൽ അതൊക്കെ വിഘടിച്ചു പോയ NDAയ്ക്കൊപ്പം ചേർന്ന വിഭാഗത്തിനാണ് കൂടുതൽ. പിന്നെ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിക്ക് ഇങ്ങനെ പ്രതീക്ഷ പുലർത്താൻ പറ്റുന്നത് രാകേഷ്? അല്ല, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ വിശകലനത്തിൽ വരുന്നത് ഈ പവാറിനെയും ഉദ്ധവ് താക്കറെയും ചതിച്ചു പോയവരാണ്. ഈ പാർട്ടി വോട്ടെടുപ്പിന് ശേഷമാണ് നേതാക്കന്മാർ പോയെങ്കിലും അണികൾ ഇപ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും ഒപ്പമാണ് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് അല്ലേ രാകേഷ്? അതുമാത്രമല്ല, നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ശിവസേനകൾ തമ്മിൽ നേർക്കുന്ന ഏറ്റുമുട്ടൽ വരുന്നത്. അതിൽ ശിവസേനയുടെ കരുത്തുള്ള അല്ലെങ്കിൽ ശിവസേനയ്ക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് നഗരമേഖല, മുംബൈ നഗരമേഖല. അതിൽ തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഉദ്ധവ് വിഭാഗത്തിനാണ് നഗരത്തിലെ കൂടുതൽ സീറ്റുകളിൽ അവരാണ് മത്സരിക്കുന്നത്. അപ്പോൾ മുംബൈ കോർപ്പറേഷൻ നിലവിൽ ഭരിക്കുന്നത് ശിവസേനയാണ്. താനെയാണ് യഥാർത്ഥത്തിൽ ഷിൻഡെയുടെ ശക്തി കേന്ദ്രം. അപ്പോൾ പാർട്ടി പിളർന്നതിന് ശേഷം മുംബൈയിൽ ഇപ്പോഴും ഉദ്ധവ് വിഭാഗത്തിന് ശക്തിയുണ്ടോ എന്നതിന്റെ ഒരു അല്ലെങ്കിൽ അത് എന്തായിരിക്കും, എത്രമാത്രം ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതാണ് ശിവസേനയെ സംബന്ധിച്ച് നിർണായകമാകുന്ന ഫാക്ടർ. NCPക്കും സമാനമായ സാഹചര്യം. ഇപ്പോൾ NCP പിളർന്നതിന് ശേഷം ഈ ഇന്ത്യ സഖ്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയായി NCP മാറിയിരിക്കുകയാണ്. ശരത് പവാർ നേതൃത്വത്തിലുള്ള പാർട്ടി. അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നത് ശിവസേനയും കോൺഗ്രസുമാണ്. NCPക്ക് ഈ രണ്ട് പാർട്ടികളെ അപേക്ഷിച്ച് സീറ്റുകൾ കുറവാണ് മത്സരിക്കുന്നത്. അത് ഈ പിളർപ്പ് കൊണ്ടാണ്. അപ്പോൾ ശരത് പവാറിനെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ പിറന്നതിന്റെ 25ാം വാർഷികം നടക്കുമ്പോൾ അതിന്റെ അതിജീവനത്തിന്റെ തെരഞ്ഞെടുപ്പാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരുടെ കോട്ടകളുണ്ട്, ഏത് കാലത്തും ഇളകാത്ത. ഇപ്പോൾ നേരത്തെ ശരത് പവാർ പ്രതിനിധീകരിച്ചിരുന്ന, ഇപ്പോൾ
സുപ്രിയ സുലെ മത്സരിക്കുന്ന ബാരാമതി അടക്കമുള്ള മണ്ഡലങ്ങൾ അതൊക്കെ നിലനിർത്തേണ്ടത് അനിവാര്യവുമാണ്. തീർച്ചയായും. എന്തായാലും നമുക്ക് പ്രത്യേകതയുള്ള ചില സ്റ്റേറ്റുകൾ എടുത്ത് അതെ, നമ്മൾ നമുക്ക് ചർച്ച ചെയ്യാം. ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ തമിഴ്നാട്, കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇത്തവണ നിർണായകമാണ്. ഒരുപക്ഷെ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഇന്ത്യ മുന്നണി ഒരുപക്ഷെ ഇടതുപക്ഷവും UDF-ഉം രണ്ടും രണ്ട് തട്ടി നിൽക്കുമ്പോൾ പോലും അത് കേന്ദ്രത്തിലേക്ക് എത്തിയാൽ ഒരുമിച്ച് നിൽക്കും എന്നത് ഏതാണ്ട് ഉറപ്പാണ്.